നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ ഫലൂദയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫലൂദയാണിത്. അതിനായി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 25 ഗ്രാം അളവിൽ സേമിയാണ് എടുത്തേക്കുന്നത്. ഇത് വറുത്തതും വറുക്കാത്തതുമായിട്ടുള്ള സേമിയ നമുക്ക് ചേർക്കാം. ഇത് വറുക്കാത്തതാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. അതൊന്ന് തിളച്ച് കുറുകി വരണം. ഇതിപ്പോൾ അതിൻ്റെ പാല് എല്ലാം നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുഴുവനായും അതിലേക്ക് ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ മാങ്ങ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്ക് സേമിയ 2 ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ ഇട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലും കുറച്ച് മാംഗോയുടെ പൾപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കസ്കസാണ്. അത് ഓരോ ടീസ്പൂൺ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ ചെറുതായി അരിഞ്ഞത് അതും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2 സ്കൂപ്പ് മാംഗോ ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മാംഗോ ഫലൂദയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.